അപ്പർ കുട്ടനാട് മേഖലയിലെ പെരിങ്ങര പാടശേഖരങ്ങളിലെ നെൽച്ചെടികളിൽ ഇലകരിച്ചിൽ, മഞ്ഞളിപ്പ് എന്നീ രോഗം വ്യാപകമാകുന്നു. പാടശേഖരങ്ങളിലെ മണ്ണിന്റെ ഘടനയിൽ മാറ്റം വന്നതാണ് മഞ്ഞളിപ്പ് രോഗം കൂടാൻ കാരണമെന്ന് കർഷകർ പറയുന്നു. പെരിങ്ങര ഭാഗത്തുള്ള 8 പാടശേഖരങ്ങളിലാണ് ഇലക്കരിച്ചിലും മഞ്ഞളിപ്പ് രോഗവും വ്യാപകമായി കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ഇത് വിളവെടുപ്പിനെ കാര്യമായി ബാധിക്കുമെന്നും കർഷകർ പറയുന്നു. വെള്ളപ്പൊക്കം കാരണം ഒരു പൂക്കൃഷി മാത്രമാണ് ഇവിടെ നടക്കുന്നത്. വിളവ് കുറഞ്ഞാൽ കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാകും. ഇലക്കരിച്ചിൽ രോഗം തടയുന്നതിന് ആവശ്യമായ കീടനാശിനി ലഭിക്കില്ലെന്നും കർഷകർക്ക് പരാതിയുണ്ട്. കരയോട് ചേർന്ന് കിടക്കുന്ന കതിരണിഞ്ഞ പാടങ്ങളിൽ എലിശല്യവും വ്യാപകമാണ്. ഈ അപ്പർ കുട്ടനാട് മേഖലയിലെ അവരുടെ ഉപജീവന മാർഗ്ഗമാണ് കാർഷിക രംഗം. കാലാവസ്ഥയിൽ വന്ന വ്യതിയാനം, അതുപോലെ തന്നെ ഇപ്പോൾ ഈ കൃഷി ഇറക്കിയിരിക്കുന്ന രംഗത്ത് നെല്ല് വളർന്ന് ഏതാണ്ട് അടിക്കണ കഴിഞ്ഞ് കതിര് വരാൻ തുടങ്ങുന്ന സമയമായപ്പോൾ പോളമഞ്ഞിപ്പും ഈ നെല്ലിന് മൊത്തത്തിൽ ഒരു ഇരുത്തൽ കഴിഞ്ഞ പ്രാവശ്യമുള്ള ഈ ഈൽഡിങ് കിട്ടുന്ന ഒരു പ്രക്രിയ അല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രമീകരണമല്ല ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വ്യാപകമായി എലിവട്ട് ഈ രംഗത്തൊക്കെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടാണ് കൃഷിക്കാരൻ മുമ്പോട്ട് നീങ്ങുന്നത്. ഈ ഒരു വർഷം കൂടെ കൃഷിക്കാരനെ സംബന്ധിച്ച് ഉൽപ്പാദന രംഗത്ത് കുറവുണ്ടായാൽ വരും വർഷങ്ങളിൽ ഈ കാർഷിക രംഗത്ത് കടന്നു വരാൻ പോലും അവർ മടിക്കും. ഇലക്കരിച്ചിലിനൊപ്പം മഞ്ഞളിപ്പ് രോഗവും നെൽച്ചെടികളിൽ പടരുകയാണ്. മണ്ണിൽ അമ്ലാംശം കൂടിയതിനാലാണ് മഞ്ഞളിപ്പ് രോഗം ബാധിക്കുന്നതെന്നും കർഷകർ പറയുന്നു. മുൻ വർഷങ്ങളിൽ മണ്ണിന്റെ പുളിരസം കളയാൻ സർക്കാർ സൗജന്യമായി നീറ്റുകക്ക നൽകുമായിരുന്നു. ഇത്തവണ കക്ക ആവശ്യത്തിന് നൽകിയില്ലെന്നും കർഷകർക്ക് പരാതിയുണ്ട്. കൃഷിവകുപ്പ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങിയില്ലെങ്കിൽ നെൽകൃഷി നശിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.